ഹായ് സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ ഏതാനും ചെറുപ്പക്കാർ കൂടി തരിശായി കിടന്ന പുരയിടങ്ങൾ, കാട് കയറി കിടന്ന പുരയിടം വൃത്തിയാക്കി വാഴയും മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴേ അവർ കാടുകളൊക്കെ കുറച്ച് ചിരണ്ടി വൃത്തിയാക്കി, കുറേശ്ശെ കാടുകളൊക്കെ ചിരണ്ടി വൃത്തിയാക്കി വാഴ നടാനുള്ള തടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ യുവജനങ്ങൾ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ അന്യസംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആ പ്രവണതയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രചോദനമാണ് ഇത്തരം ഒരു കൃഷി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് അറിഞ്ഞതിൽ ഇലഞ്ഞൂർ വ്ലോഗിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ പച്ചക്കറിയിലും മറ്റ് വിളകളിലും ഒക്കെ സ്വയം പര്യാപ്തത നേടാനും ഭക്ഷണക്ഷാമം പരിഹരിക്കാനും ഒപ്പം നമുക്ക് വിഷരഹിത പച്ചക്കറികൾ കഴിക്കുന്നതിനും ഒക്കെ സാധിക്കും. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മായം, അതായത് വിഷവസ്തുക്കളാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുമ്പോൾ കൃഷിക്കാരോടുള്ള മാറി മാറി വരുന്ന സർക്കാരുകളുടെ അവഗണനയാണെന്നാണ്. കാരണം പലതും പറയുന്നുണ്ടെങ്കിലും പക്ഷേ നേരിട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശമ്പളങ്ങൾ കൊടുത്ത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ കൂടെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് പ്രചോദനമായിട്ട് മുന്നിട്ടിറങ്ങുകയും ഇങ്ങനെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നവരെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ, കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ നേരിട്ട് എത്തിച്ചു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനം, ഈ കൊച്ചു കേരളം ഒരു കർഷക സമർത്ഥമായ ഒരു സംസ്ഥാനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴേ ഇവരുടെ ആ ഉന്മേഷവും ഉഷാറും കൃഷിയോടുള്ള ആത്മാർത്ഥതയൊക്കെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളത് ഇലഞ്ഞൂർ വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം അതുതന്നെയായിരുന്നു. യുവാക്കളെയും അതുപോലെ തന്നെ മറ്റുള്ള വീട്ടമ്മമാരെയൊക്കെ കൃഷിയിൽ ഏർപ്പെടുത്തുക, കൃഷിയുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പാടങ്ങളും അതുപോലെ തന്നെ പുരയിടങ്ങളും ഒക്കെ ഇന്ന് തരിശായി കിടക്കുകയാണ്, കാട് കയറി കിടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇഴജന്തുക്കൾ ധാരാളമായി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ പന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ധാരാളമായിട്ട് പെരുകുകയും മനുഷ്യർക്ക് വരെ ദോഷവും ദ്രോഹവുമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നൈസർഗികമായ ഒരു സസ്യശ്യാമളമായ ഒരു കേരളം പടുത്തുയർത്താനും നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും 1, 2, 3 പേര് ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ അത് കണ്ടുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ കൃഷിയിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ഭക്ഷണക്ഷാമം, നമുക്ക് എന്തുണ്ടെങ്കിലും ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ആ അവസ്ഥ പരിഹരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ വിശ്വാസം. അപ്പം ഇത് ഒരു പ്രചോദനമായിക്കൊണ്ട് ഇനിയും ധാരാളം ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം കൃഷി രീതികൾ നടത്താൻ താല്പര്യമുള്ളവർ ഇലഞ്ഞൂർ വ്ലോഗിനെ അറിയിക്കുകയാണെങ്കിൽ ലാഭകരമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകൾ, മികച്ച മാതൃസസ്യത്തിൽ നിന്നും എടുത്ത പച്ചക്കറി വിത്തുകളും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇത്തരത്തിൽ ഉള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഇത്തരം സംരംഭങ്ങൾ ആരംഭിച്ച ഇതിൻ്റെ സംഘാടകർക്കും ഈ ചെറുപ്പക്കാർക്കും ഞങ്ങൾ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃഷി രീതികൾ വീണ്ടും നമ്മളുമായിട്ട് പങ്കിടുന്നവരുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞങ്ങൾ വരുന്നതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകൾ മനസ്സിലാക്കാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ, അതായത് ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ ചെയ്യുന്ന കൃഷി രീതികൾ കാണാനും ആ കൃഷി രീതികൾ മറ്റുള്ളവരിൽ എത്തിക്കാനും ഒക്കെ തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ്. ആഴത്തിൽ കുഴിയെടുത്ത് വാഴവിത്ത് പിരിച്ചിട്ടുണ്ട്. ആ വാഴവിത്ത് ഇപ്പം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാഴവിത്ത് പിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പഴയ വേരുകൾ അതുപോലെ തന്നെ മണ്ണൊക്കെ നമ്മൾ കളയണം. ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പുഴുവോ വല്ലതും ഉണ്ടെങ്കിൽ ആ വാഴവിത്ത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഴയുടെ പുതിയ വേര് വരണം. പുതിയ വേര് വന്ന് വേണം അത് വളമൊക്കെ വലിച്ചെടുക്കാൻ.
എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള കൊലകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പൂവമ്പാഴയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. എന്നും എപ്പോഴും വിശ്വസിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വാഴയാണ് പൂവമ്പാഴ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വില ഒരിക്കലും കുറയത്തില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വാഴ കൂടിയാണ് പൂവമ്പാഴ. പിന്നെ ഇന്ന് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മിതമായ രീതിയിലേ പൂവമ്പാഴയ്ക്ക് വളം ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഇതിന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ മിതമായ രീതിയിൽ വളം ചെയ്തില്ലെങ്കിൽ ഇതിന് ധാരാളമായിട്ടുള്ള കേടുകളെന്ന് പറയുമ്പോൾ അതിന് മണ്ട അടച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊട്ടിക്കീറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. അങ്ങനെ വാഴ അവർ വെക്കുകയാണ്, ആഴത്തിലുള്ള കുഴിയെടുത്ത് വാഴ വയ്ക്കുകയാണ്. ആഴത്തിൽ കുഴിയെടുത്താണ് അവർ വാഴ വെക്കുന്നത്. 2-3-4 ചെറുപ്പക്കാർ കൂടി ഉള്ള കൃഷി രീതികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ്. വട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ മറ്റേ ഒരു വാഴ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതും ഒരുക്കി വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചെയ്യുന്നത്. അതും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൂർത്തിയായി, വാഴ വെപ്പ് പൂർത്തിയായി. വാഴ വെച്ച് കഴിഞ്ഞിട്ട് ഇതും ശ്രദ്ധിക്കണം. കാരണം വാഴ പിരിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഊരിക്കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഴ വേരുമൊക്കെ നമ്മൾ ഒരുക്കിയതിന് ശേഷമാണ് കുഴിയിൽ നമ്മൾ വെച്ചത്. അപ്പോൾ ഈ വാഴയുടെ ഇല കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ധാരാളം ജലാംശവും ആഹാരവും ഒക്കെ അതിന് വേണ്ടി വരും. അങ്ങനെ വാഴ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൂവമ്പാഴ പൂവമ്പാഴ എന്നുള്ള ഏത് വാഴ വെക്കുമ്പോഴും അതിൻ്റെ ഇലകളിങ്ങനെ ഊരിക്കളയുന്നത്. അപ്പം ഇതിനകത്തുള്ള ആ ജലാംശമൊക്കെ മതിയാവും. അങ്ങനെ പുതിയ നാമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിന് വളം ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം അവർ കുറേശ്ശെയാണ് ചെയ്യുന്നത്. ഇപ്പം 2 വരിയോളം വാഴകൾ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ആഗ്രഹം